പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നപ്പ. പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെയും എൻ്റെ കർത്താവിൻ്റെ പക്കൽ ആയിരുന്നു കൊണ്ടും കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കാനും തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ ഈശോപ്പ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഈ കരുണയുടെ സമയം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, കർത്താവേ, എന്നെ ഇപ്പോൾ കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ നാഥ. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്ത് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം എടുത്ത് വായിച്ചു. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതുപോലെ 19-ാം വാക്യവും 20-ാം വാക്യവും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനഭാഗം എല്ലാവരും വായിക്കുക. വായിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയങ്ങളെ ഈശോ വസിക്കുന്ന ഒരിടമാക്കണം. അതായത് വിശുദ്ധമുള്ള ഹൃദയമാക്കണം. അതിന് നമ്മിൽ നിന്ന് ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്തവരായി ആരും കാണില്ല. ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കണം. അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി മാറും. 1 മുതൽ 8 വരെയുള്ള വാക്കുകളിൽ പറയുന്നത്, 9-ാം മണിക്കൂറിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു എന്നാണ്. ഇവിടെ മണിക്കൂറിന് പ്രാധാന്യം പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, നാം ദൈവത്തിൻ്റെ അടുക്കലിരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. ഇവിടെ ജന്മന മുടന്തനായ ഒരാളെ എടുത്ത് പള്ളിയുടെ വാതിക്കൽ കിടത്തി. ആ വാതിലിൻ്റെ പേര് സുന്ദര കവാടം എന്നാണ്. ആ വാതിലിൽ കൂടിയാണ് പത്രോസും യോഹന്നാനും കടന്നു വരുന്നത്. ഈ യാചകൻ കാണുന്നതും എന്തെങ്കിലും ലഭിക്കുമെന്ന ചിന്തയോടെ ഭിക്ഷ യാചിക്കുന്നത്. അപ്പോൾ പത്രോസും യോഹന്നാനും പറയുന്നു, ഞങ്ങളുടെ നേരെ നോക്കുക, എന്തെങ്കിലും കിട്ടും എന്നുള്ള സന്തോഷത്തോടെ യാചകൻ നോക്കുന്നു. അപ്പോൾ പത്രോസ് ഒരു വാക്ക് പറയുന്നു, ഞങ്ങളുടെ പക്കൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പിന്നെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും അവരോടൊപ്പം ദേവാലയത്തിൽ പോയും കാണുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ യാചകൻ ഇത്രയും സന്തോഷവും കുതിച്ചു ചാടാനുള്ള ശക്തിയും വന്നത് യേശുവിൻ്റെ നാമം കേട്ട് അവൻ അത് സ്വീകരിച്ച്. നമ്മൾ ഓരോരുത്തരും യേശുവിനെ കുറിച്ച് കേൾക്കണം, അറിയണം. നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നിരുന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രഥമ സ്ഥാനം ഈശോനാഥന് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള നമ്മളെയും നമ്മുടെ മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥനയും ബൈബിൾ വായനയും ധ്യാനത്തിൽ പങ്കെടുക്കുന്നതും എളിമയോടുള്ള ജീവിതവും ഇതൊക്കെ കണ്ടുവേണം നമ്മുടെ കുഞ്ഞുങ്ങളും വളരേണ്ടത്. അപ്പോൾ അവരുടെ വഴി നിരപ്പായി തന്നെ ദൈവം ഒരുക്കി കൊടുക്കും. ഇതിനായി നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.